അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എന്തെല്ലാം സുഖാണെന്ന് കരുതുന്നു എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ അള്ളാഹുവിനെ കുറിച്ചാണല്ലോ നമ്മൾ കേട്ടത് അല്ലേ. അള്ളാഹിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കുറേ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനിയും എത്രയോ കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ച് അറിയാനുണ്ട്. ഖുർആനിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയും. അതിൻ്റെ ഒരു ബേസ് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റസൂലിനെ കുറിച്ചാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രമല്ല, അമ്പിയാക്കൾ ഒരുപാട് പ്രവാചകന്മാരുണ്ട് അല്ലേ. ആ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ പ്രവാചകന്മാർ? പ്രോഫറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന അമ്പിയാക്കൾ, മുർസലീങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ പ്രവാചകന്മാർ ആരാണ്? എന്തിനാണ് അവർ വന്നിട്ടുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇനിയുള്ള 2-3 ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പല സോഴ്സുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഖുർആനിൽ തന്നെ ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലേ പ്രവാചകന്മാരെക്കുറിച്ച്. ഇപ്പോൾ സൂറത്തു യാസീൻ നിങ്ങളൊക്കെ പലരും പഠിച്ച സൂറത്തായിരിക്കും. ആ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. ഒരു ഗ്രാമവാസികളുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറയുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ കഥകളിലൂടെ, കുറേ ചരിത്രങ്ങളിലൂടെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന പ്രവാചകന്മാരുടെ പേര് ഏതൊക്കെയാണ്? ഖുർആനിൽ എത്ര പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്? 25 പ്രവാചകന്മാർ അല്ലേ. 25 പ്രവാചകന്മാർ മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ, ലോകത്ത് കുറേ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലേ. 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. ഖുർആനിൽ അവരെല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടില്ല, 25 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകൻ ആരാ? നിങ്ങൾ അതൊന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേര് വന്നിട്ടുള്ള പ്രവാചകൻ ആരാണ്? എത്ര പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്? അപ്പോൾ നിങ്ങളതൊന്ന് അറിയാത്തവർ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. എന്നിട്ട് കമൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തിനാണ് പ്രവാചകന്മാർ? ആരാണ് പ്രവാചകന്മാർ? പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഏതോ സൂപ്പർ ഹീറോസ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ കാർട്ടൂണിലും മറ്റൊക്കെ കാണുന്ന അങ്ങനെയുള്ള സൂപ്പർ ഹീറോസ് ആണോ? അതല്ല വേറെ ഏതോ ലോകത്തു നിന്ന് വന്ന ആളുകളാണോ? അല്ലല്ലോ അല്ലേ. മനുഷ്യന്മാർ തന്നെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് മനുഷ്യന്മാർ പ്രവാചകന്മാർ? മറ്റുള്ള ജീവികളിലൊക്കെ പ്രവാചകന്മാരുണ്ടോ? അപ്പോൾ അള്ളാഹു ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ അള്ളാഹു ആണ് വേറെ കുറേ ജീവികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ കുറേ ജീവികളിൽ ഇപ്പോൾ പശുക്കൾ, പോത്തുകൾ, അതുപോലെ തന്നെ ആന, ഇങ്ങനെ പറവകൾ, കാക്കകൾ, പക്ഷികൾ, ഇങ്ങനെ ഒരുപാട് ജീവിവർഗ്ഗങ്ങളുണ്ടല്ലോ അല്ലേ. ഓർക്കൊന്നും പ്രവാചകന്മാരില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യന്മാർക്ക് മാത്രം പ്രവാചകന്മാർ? നമ്മൾ ആലോചിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, ആദ്യം അതിലേക്ക് തന്നെ വരിക. എന്തിനാ ഇപ്പോൾ മനുഷ്യന്മാർക്ക് പ്രവാചകന്മാർ വരുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ഒരു സ്പെഷ്യലായിട്ടാണ്. അതായത് മറ്റു ജീവികളെ പോലൊന്നല്ല മനുഷ്യന്മാർ. ഇപ്പോൾ അള്ളാഹു ഇങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതായത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ രൂപം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ ചിന്താശേഷി, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെയും മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യനേക്കാൾ വലിപ്പമുള്ള, മനുഷ്യനേക്കാൾ കരുത്തുള്ള, മനുഷ്യനേക്കാൾ പല കാര്യത്തിലും കൂടുതൽ കഴിവുകളുള്ള കുറേ മൃഗങ്ങളൊക്കെ, ജീവികളൊക്കെ ചുറ്റിലുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലാണ് മനുഷ്യൻ്റെ സ്ഥാനം അല്ലേ. മനുഷ്യന് മറ്റെല്ലാത്തിനെയും ഭരിക്കുന്ന, മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ട്. മനുഷ്യന് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി, ഒരു പവർ, ബ്രെയിന് മനുഷ്യനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ വികസിച്ച് പോകുന്നത്. മനുഷ്യന് ഓരോ ടെക്നോളജി, ഓരോ സയൻസ്, ഓരോ കാര്യങ്ങൾ, ഓരോ അറിവ്, ഇതൊക്കെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മനുഷ്യന് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മനുഷ്യന് ഇത്ര പ്രത്യേകത നൽകിയതെന്ന് ചോദിച്ചാൽ, മറ്റു മൃഗങ്ങളെപ്പോലെ ജനിക്കുക, പിന്നെന്തൊക്കെയോ ചെയ്ത് ജീവിക്കുക, മരിക്കുക, അത് മാത്രമല്ല മനുഷ്യൻ്റെ പണി എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബാക്കി ജീവജാലങ്ങൾക്കൊക്കെ അത് ചെയ്താൽ മതി. ആ ജീവികൾ ജനിക്കുന്നു, അതിങ്ങനെ കുറേ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ അത് പാല് തരുന്ന ജീവികളുണ്ടാകും, അപ്പോൾ അത് പാല് തരുന്നു.
പിന്നെ അതിങ്ങനെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ആ ജീവികൾ ചത്തൊടുങ്ങുന്നു. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ആ ജീവജാലങ്ങൾക്ക് ഇല്ലല്ലോ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ഒരു പോത്തിൻ്റെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരു പോത്തും പശുവൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാനല്ലല്ലോ മനുഷ്യന്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ഇത്രയേറെ കഴിവുകളൊന്നും പടച്ചോൻ നൽകേണ്ട ആവശ്യമില്ല. നമുക്കൊരുപാട് കഴിവ് നൽകി, ഒരുപാട് ബുദ്ധി നൽകി, കുറേ തരത്തിലുള്ള ചിന്താശേഷി നൽകി. നമ്മൾ ടെക്നോളജി, സയൻസ്, കുറേ അറിവുകൾ ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, എഴുതുന്നു അല്ലേ, എഴുതുന്നു, വായിക്കുന്നു. ഇതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നാണ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്. വേറെ ആരും എഴുതുന്നത് നമ്മൾ കാണുന്നില്ല, വേറെ ആരും വായിക്കുന്നത് കാണുന്നില്ല. അതൊക്കെ മനുഷ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു ജീവികളെപ്പോലെ അല്ല മനുഷ്യൻ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എന്താണ്? അള്ളാഹു മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ്, ചില ദൗത്യങ്ങൾ നിർവഹിക്കാനാണ്. ആ ദൗത്യം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലത്തും വന്ന ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അവരെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. അവർ പ്രത്യേകം തിരഞ്ഞെടുക്കും. അവർ മനുഷ്യന്മാർ തന്നെയാണ്. എന്നിട്ട് തിരഞ്ഞെടുത്തിട്ട് അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വഹി നൽകും. എന്താ വഹി എന്ന് പറഞ്ഞാൽ? ദിവ്യബോധനം എന്നാണല്ലേ. ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. പല വഴികളിലൂടെ, പിന്നെ മലക്ക് വഴിയിട്ടും അതുപോലെ തന്നെ മറ്റു പല രൂപത്തിലും അവർക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ നിർദ്ദേശങ്ങൾ അവർ മനുഷ്യരോട് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനാണ് ഇങ്ങനെ പ്രവാചകന്മാരെ അയച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ വഴികൾ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ബ്രെയിൻ നൽകി. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിന്തിക്കാൻ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചാൽ, ആലോചിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചു, ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചു, നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, രാത്രിയും പകലൊക്കെ ഇങ്ങനെ മാറി വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് നമുക്ക് തോന്നൂല. മറിച്ച് ഇതൊക്കെയും സൃഷ്ടിച്ച, ഇതിനൊക്കെ പരിപാലിക്കുന്ന ആരോ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബുദ്ധി ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പാർക്കിൽ വരും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേറൊന്ന് നമ്മളുടെ കൽബാണ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം അല്ലേ, നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അള്ളാഹു ഒരു മനസ്സ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മനസ്സിൻ്റെ പണി എന്താ? ആ മനസ്സിൽ അള്ളാഹു നല്ലതും ചീത്തതുമൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഏതൊരാൾക്കും ഏതാണ് നല്ലത്, ഏതാണ് ചീത്തത് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പടച്ചോൻ നൽകിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കാതെ, പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു മനുഷ്യനായ ഒരാൾക്ക് ചിലതൊക്കെ കണ്ടാൽ ഇത് നല്ലതാണെന്ന് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വഴിയരികിൽ ഒരു മനുഷ്യനിങ്ങനെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ ചെന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേറ്റ് ഇരുത്തി ആൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു അല്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതൊരു നല്ല കാര്യമാണ്. അത് വേറെ ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ഒരു മനുഷ്യനെ, അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ പോയിട്ട് ഒരാൾ സഹായിച്ചാൽ അത് നല്ല കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ഒരാളെ വെറുതെ പോയി തല്ലുകയാണ്, വെറുതെ പോയി അടിക്കുകയാണ്, അതൊരു മോശം കാര്യമാണ്. ഇതും എല്ലാവരും ഇത് മോശമാണെന്ന് മനസ്സിലാവും. ഇതെന്തുകൊണ്ടാണ്? ഇത് പടച്ചോന് നമ്മളുടെ ഉള്ളിലുണ്ടാക്കിയ ഒരു ബോധമാണ്. നല്ലതേതാണ് ചീത്തതേതാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം. അത് ബ്രെയിന് നൽകി, നമുക്കിങ്ങനെയുള്ള മനസ്സ് നൽകി. എന്നാൽ അത് മാത്രം മതിയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ? അത് പോരാ. മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, നമുക്ക് കൺഫ്യൂഷനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചിന്തിച്ച്, നമുക്കിങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് ഉത്തരം കിട്ടൂല. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും അള്ളാഹു. ആ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ചില നിർദ്ദേശങ്ങൾ, ചില പാഠങ്ങൾ ഒക്കെ നൽകും. എന്നിട്ട് അവർ സമൂഹത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഈ പ്രവാചകന്മാർ അവരുടെ ചിന്തയിലും അവരുടെ മനസ്സിലും വന്ന കാര്യങ്ങളല്ല പറയാം, അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ അവർ പറയുന്നതൊക്കെയും സത്യമായിരിക്കും, അവർ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. അങ്ങനെ അവർ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കും. അവിടെ എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, മരിച്ചാൽ എന്താ നമുക്ക് സംഭവിക്കുക. കാരണം മരണത്തിന് ശേഷം എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അറിയാനുള്ള വഴി എന്താ? അറിയാനുള്ള വഴി പടച്ചോൻ നമുക്ക് അറിയിച്ചു തരണം. ഈ പ്രവാചകന്മാരിലൂടെ നമുക്കത് അറിയിച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ
പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു വഴിയാണ് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സമൂഹത്തിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് വഴി കാണിക്കാൻ ആ പ്രവാചകൻ മുന്നിൽ നടക്കും. അപ്പോൾ എന്തിനാ മനുഷ്യന്മാരെ പ്രവാചകനാക്കിയത്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു മലക്കിനെ അയച്ചാൽ പോരെ? മുമ്പത്തെ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ ഞാൻ മലക്കിനെ അയക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന്മാരാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല, അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, നന്മകൾ എന്തൊക്കെയാണ് ചെയ്യുക, അതൊക്കെ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് പറയാമല്ലോ, അതിപ്പോൾ മലക്കല്ലേ, മലക്കിന് അങ്ങനെയൊക്കെ പറ്റും, നമ്മൾ മനുഷ്യന്മാർക്ക് അതൊന്നും പറ്റൂല. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ തന്നെയാണ് പ്രവാചകന്മാരാക്കിയത്. അപ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലൂടെ ചെയ്യുക. അതേസമയം അവർക്ക് ചില പവറുകൾ അള്ളാഹു സുബ്ഹാനഹു തആല നൽകാറുണ്ട്. അത് സ്വന്തം പവറല്ല, മറിച്ച് അവർ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില അത്ഭുതങ്ങളൊക്കെ അവരിലൂടെ അള്ളാഹു കാണിച്ചു കൊടുക്കാറുണ്ട്. പല പ്രവാചകന്മാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ഇത് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടി വരും, അല്ലേ? അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം, അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ പ്രവാചകൻ തന്നെയാണെന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, ആ പ്രവാചകനിലൂടെ സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. അത് അള്ളാഹ് ആ സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ടാവും, അത്ഭുത പ്രവർത്തനങ്ങൾ, മോജിസത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക്, പല ആളുകൾക്കും മനസ്സിലാവും, ഇതൊരു പ്രവാചകൻ തന്നെയാണ്, ഇതൊരു റസൂലാണ്. അപ്പോൾ കുറേ പേര് വിശ്വസിക്കും. എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാവായിട്ടൊന്നല്ല, അവർ അവരുടെ തെറ്റുകളിലും അവരുടെ തിന്മയിലും ഒക്കെ ഉറച്ചു നിന്നിട്ട് അങ്ങനെ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുക. കാരണം അവർക്കിതൊന്നും പറഞ്ഞതൊന്നും അവരുടെ തലയിൽ കയറൂല. മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ലേ, അതൊക്കെ അപ്പം ആലോചിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും? തെറ്റിലൂടെ മുന്നോട്ട് പോകും. അവരുടെ പിന്നാലെ പ്രവാചകൻ നടന്നിട്ട് അവരോട് പറയും, നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവഗണിക്കരുത്. പിന്നാലെ നടന്നിട്ട് ഈ പ്രവാചകന്മാർ അവരോട് കാര്യം ബോധ്യപ്പെടുത്തും. എത്ര കാലം നടന്നതല്ലേ? ഓരോ പ്രവാചകന്മാരൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റസൂൽ എന്ന് പറഞ്ഞാൽ മെസ്സേജ് തരുന്ന ആൾ എന്നാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു മെസ്സേജ് നമുക്ക് നൽകുന്ന ആളാണ് റസൂൽ. മലയാളത്തിൽ ദൂതൻ, ദൈവദൂതൻ എന്നൊക്കെ പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാവാനും നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും അതൊക്കെ കാണിച്ചു തരാനും അതൊക്കെ പഠിപ്പിച്ചു തരാനും നമ്മളെ സംസ്കരിക്കാനും, അങ്ങനെ ഈ ലോകത്തും ഈ ലോകത്തിൻ്റെ അപ്പുറമുള്ള ജീവിതത്തിലൊക്കെ നമുക്ക് ജയിക്കാനുള്ള വഴി എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ആളുകളാണ് പ്രൊഫറ്റ്സ്, പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.